ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു തിരക്ക് പിടിച്ച സമയമാണെന്നറിയാം. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നതിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൽ മികച്ച വിജയം ഈ ജില്ലയിൽ സംഭവിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് മെച്ചപ്പെട്ട ഒരു എൽ ഡി എഫിൻ്റെ അംഗബലം കൂട്ടുന്ന MLA-മാരുടെ അംഗബലം കൂട്ടി. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിലയ്ക്ക് രാഷ്ട്രീയമായി എന്താണ് യഥാർത്ഥത്തിൽ ഒരു പ്രതീക്ഷ? എന്താണ്? കോട്ടയം സീറ്റാണല്ലോ യഥാർത്ഥത്തിൽ പാർട്ടിയുടെ കയ്യിലുള്ളത്. കോട്ടയം ലോക്സഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ, അദ്ദേഹത്തിനെ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തീരുമാനമെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എൽ ഡി എഫിൽ നിന്ന് ആദ്യം അതെ എൽ ഡി എഫിൽ നിന്ന് മാത്രമല്ല, കേരള സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ആദ്യമേ പ്രഖ്യാപിച്ചത് തോമസ് ചാഴികാടനെയാണ്. അത് മറ്റൊന്നുമല്ല, വലിയൊരു സ്വീകാര്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന് പറയുമ്പോൾ ഒന്ന്, അദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ചത്, അങ്ങനെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി, ഫീൽഡിൽ നെഗറ്റീവ്സ് ആയിട്ടൊന്നുമില്ല. ഒന്ന്, ഒരു പൊതുപ്രവർത്തനങ്ങളിലും ഒരു മാന്യതയുള്ള ഒരു പൊതുപ്രവർത്തകൻ, ഒരേ നിലപാടിൽ ഉറച്ചു നിന്നൊരു പൊതുപ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്. അദ്ദേഹം മത്സരിച്ച 7 മത്സരങ്ങളും, അത് നിയമസഭയും ലോക്സഭയിലും എല്ലാം ഒരേ ചിഹ്നത്തിൽ, 2 ചിഹ്നത്തിൽ മത്സരിച്ചത്. ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന ഒരു വ്യക്തി, ഒരേ പ്രത്യയശാസ്ത്രത്തിൽ നിന്നൊരു വ്യക്തി, വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നാമൻ. മാത്രമല്ല, ഈ 20 മണ്ഡലങ്ങളെടുത്ത് നോക്കുമ്പോൾ പ്രാദേശിക വികസന ഫണ്ട് MP ഫണ്ട് വിനിയോഗിക്കുന്നതിൽ 100%. ഞാൻ അവിടെ ഒരു കാര്യം ചോദിക്കണം. താങ്കളിപ്പോൾ രാജ്യസഭാ അംഗമാണ്, അദ്ദേഹം ലോക്സഭാ അംഗമാണ്. MP ഫണ്ട് വിനിയോഗത്തിൽ 100% അനുമതി കൊടുക്കുകയല്ല, ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും അധികം പല UDF MPമാരും പെടാപ്പാട് വിടുകയാണ്. ഈ പറഞ്ഞതുപോലെ ചെലവഴിക്കാൻ കഴിയുന്നില്ല, പക്ഷേ ഭരണാനുമതി കൊടുത്തു എന്നെങ്കിലും വരുത്തി തീർക്കാൻ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷത, പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ കൂടി ചാഴികാടൻ്റെ ഒരു സവിശേഷത, MP ഫണ്ട് വിനിയോഗത്തിലാകട്ടെ, ജനങ്ങളുമായി ബന്ധപ്പെട്ടതിലാകട്ടെ ഒക്കെ ഒരു സവിശേഷത താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് 2 കാര്യം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വികസന കാര്യത്തിൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണ് പോയത്. 2, ആരെന്ത് പറഞ്ഞാലും 100% സത്യസന്ധനായ ഒരു നേതാവാണ്. 3, ഈ MP ഫണ്ട് വിനിയോഗം എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുള്ളതല്ല. ഞാനൊരു പാർലമെൻറ്റ് അംഗം തന്നെ നിൽക്കുക. കാരണം MP ഫണ്ട് നമ്മൾ പ്രപ്പോസ് ചെയ്ത് കൊടുത്താൽ പോരാ, അത് ASഉം TSഉം അതിൻ്റെ ടെൻഡർ വിളിക്കുകയും ആ ടെൻഡർ എടുക്കുകയും അതുമാത്രമല്ല പണി പൂർത്തീകരിക്കുകയും, ആ പണി പൂർത്തീകരിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ഫണ്ട് അത് കോൺട്രാക്ടർക്ക് കൊടുത്ത് അത് നമ്മുടെ ലിസ്റ്റിൽ വന്ന് കമ്പ്യൂട്ടറിൽ കയറ്റിയാൽ മാത്രമാണ് MP ഫണ്ട് വിനിയോഗിച്ചെന്ന് പറയും. അല്ല, അതെ, ചെലവഴിച്ചു. അപ്പോൾ അതിനകത്ത് നമ്മൾ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ 0 കാണണം, ബാലൻസ് ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു ശ്രമം അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ ചെലവഴിച്ച MP എന്ന് പറയുന്ന ഒരു വലിയ സവിശേഷത. അതെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു പക്ഷേ ആരെങ്കിലും വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരൊക്കെ അനുമതി കൊടുക്കുന്ന ഘട്ടത്തിലാണ് അനുമതി കൊടുത്തു, ചിലപ്പോൾ AS ആക്കിയിടും. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുക, അതിൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, യൂട്ടിലൈസേഷനാണ് അതിനകത്ത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയ സവിശേഷത അത് തന്നെയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ചർച്ചയാവുമ്പോൾ